പാതിരാപ്പൂവിൻ്റെ ഗന്ധമില്ല, പക്ഷികൾ കൂടണഞ്ഞിട്ടുമില്ല. പാതിരാപ്പൂവിൻ്റെ ഗന്ധമില്ല, പക്ഷികൾ കൂടണഞ്ഞിട്ടുമില്ല. രാത്രി മൗനങ്ങളിറ്റിറ്റു വഴികളിൽ വീണുടഞ്ഞിട്ടുമില്ല. എന്നിട്ടുമെന്തേ പാതി വഴി തീരുന്നതിൻ മുൻപ് നീ തിരിച്ചുപോയി? രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ. നമ്മുടെ കുമാരന്റെ മരണം രാഷ്ട്രീയ കൊലപാതകമാണെന്നും അല്ലെന്നും ചിലരൊക്കെ പറയുന്നുണ്ടല്ലോടൂ. എടാ, അത് പാര് മരിച്ചാലും ആരെ കൊന്നാലും അങ്ങനെ തന്നെ അല്ലടാ പറയല്. ഇവരൊന്നും അമ്മാവിനോട് അല്ല. പിന്നെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ആളായിരുന്നു കുമാരൻ. അങ്ങനെ കുമാരന്റെ പാർട്ടിക്കാർക്ക് ചുളുവിൽ ഒരു സ്മാരകവും കിട്ടി, എതിർ പാർട്ടിക്ക് ഒരു നേർച്ചക്കൊഴിയുമായി. ചുരുക്കി പറഞ്ഞ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ലാഭം കിട്ടി. നഷ്ടം കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന്. ഇതാടോ ഇപ്പോഴത്തെ യഥാർത്ഥ രാഷ്ട്രീയം. എന്ത് രാഷ്ട്രീയം? പണ്ട് എത്രയോ മഹാന്മാർ പ്രവർത്തിച്ചിരുന്ന പാർട്ടികളായിരുന്നു ഇവിടെ. ഇപ്പത് ആ പാർട്ടികളെ വളർത്താനും തളർത്താനും മനുഷ്യക്കുരുതികൾ വേണമെന്നാണ്. ഒരു മേശക്ക് ചുറ്റും ഇരുന്നിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കൂടി ഇനി ഇവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകം നടക്കൂലെന്ന് ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി. അപ്പൊ തീരോടെ ഇവിടുത്തെ പ്രശ്നം. ഇതാ പറഞ്ഞത്, നേതൃത്വം അറിയാതെ ഒരു രാഷ്ട്രീയ കൊലപാതകവും ഇവിടെ നടക്കില്ലെന്ന്. കൊലയ്ക്ക് കൊലവിളി ഉയർത്തിക്കൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ കൊലപാതകത്തിന്റെ എണ്ണം തികയ്ക്കുമ്പോൾ നിസ്സഹായരായ കുടുംബങ്ങളെ കാണാതെ പോവുകയാണോ? ഇവിടെ നഷ്ടം എന്തായോ കാര്യങ്ങൾ? പ്രതികളെ വല്ലതും കസ്റ്റഡിയിലെടുത്തോ? സർ, മുഖംമൂടി വെച്ചിട്ടുള്ള 4 പേരാണ് കുമാരനെ കൊലപ്പെടുത്തിയതെന്ന്. കൃത്യം നടക്കുമ്പോ കുമാരന്റെ ഒപ്പം ഉണ്ടായിരുന്ന സുഭാഷും ജഗദീഷും ഷിബുവും കുമാരന്റെ അമ്മയും നമുക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കുമാരന്റെ അമ്മയ്ക്കോ ഷിബുവിനോ പ്രതികൾ ആരെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോ സർ, ബട്ട് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഏതോ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നതായി പരിസരവാസികൾ പറയുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വല്ല സംശയമുണ്ടോ? നോ സർ. ഇന്നലെ വൈകുന്നേരം ചില അനിഷ്ട സംഭവങ്ങൾ നടന്നതായി പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പരിസരവാസികൾ അത് പറയുന്നുണ്ട്. മാത്രമല്ല, ഇനിയൊരു കൊലപാതകത്തിനായി അവർ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവണം, അതുറപ്പാണ്. എന്റെ മോനെ അംഗജസമൻ എന്റെ മോനെ അമ്മേ അമ്മേ പരിപാലിക്കും കൊണ്ടു
ഞാനാ മരിച്ചത് ആരാ കൊന്നത്? എന്തിനാണ് എന്നെ കൊന്നത്? എന്തിനാണ് എന്നെ കൂട്ടത്? ദശരഥ നൃപനോ മോനെ, രാവിലെ തന്നെ നിങ്ങളിത് എങ്ങോട്ടാ? ഞാൻ ആ പാർട്ടി സെക്രട്ടറിയുടെ വീട് വരെ പോയിട്ട് വരാം. അപ്പൊ നീ ഇന്നും ജോലിക്ക് പോണില്ലേ കുമാര? അമ്മേ, നമ്മുടെ പിള്ളേര് തമ്മിൽ ചെറിയൊരു പ്രശ്നം, അതൊന്ന് പറഞ്ഞു തീർക്കാൻ പോവുക. നാട് മുഴുവൻ കടം വാങ്ങി കൂട്ടിയിട്ടാ കുടുംബത്തെ ചെലവ് നടത്തുന്നത്. എടാ, ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കള് നിന്നെയൊക്കെ പോലെ തല്ലാനും കൊല്ലാനും വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടോടാ? എന്റെ അമ്മേ, ഒന്ന് നിർത്ത്. അതൊന്നും ഈ മനുഷ്യന്റെ തലയിൽ കേറില്ല അമ്മേ. കുമാര, നീ വന്നോ? ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ജംഗ്ഷനിൽ ചെറിയൊരു അടിപിടിയാണ്. അവിടെ മുഴുവൻ പോലീസാ. നീ വന്നേ. നീ വാ. കൃഷ്ണന്റെ വീട്ടിൽ MLA വരുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അക്രമപരമായ ഒരു സമീപനവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തന്നെ അടിച്ചാൽ നമ്മളും തിരിച്ചടിക്കണം. അല്ല കൃഷ്ണേട്ടാ, നമുക്കിനി തല്ലും പിടുത്തൊക്കെ ഒന്ന് ഒഴിവാക്കിവിട്ടെ. പകരം വീട്ടിലേക്ക് പിന്നെന്ത് പാർട്ടിയാണാ? കുമാര, കൊണ്ടും കൊടുത്തും തന്നെയാണ് നമ്മൾ പാർട്ടിയെ വളർത്തിയത്. അതാണ് ശരി. പാർട്ടിയുടെ വളർച്ച ചങ്കുറപ്പും തന്റേടവുമുള്ള യുവാക്കളിലൂടെയായിരിക്കണം. കുമാര, അതുകൊണ്ട് പാർട്ടിയിൽ കൂടുതൽ കുമാരൻ ആക്റ്റീവ് ആവണം. വേണ്ട സാറേ, തല്ലാനും കൊല്ലാനുമാണെങ്കിൽ ഇനി കുമാരനില്ല. കുമാര, ഇരിക്കണ അവിടെ. കുമാര, താനിവിടെ ഇരിക്കണോ? വേണ്ട സാറേ, ഇനി എനിക്ക് ഈ ചർച്ചയിൽ താല്പര്യമില്ല. കുമാര, മോനെ ആശിക്കേ, ഇത് അവരെഴുതിയ ചുമരല്ലടാ. അതിന് അവന്മാരുടെ പരിപാടി കഴിഞ്ഞതല്ലേ? ഡേറ്റ് കഴിഞ്ഞ ചുമരിൽ ആർക്ക് വേണമെങ്കിലും എഴുതാം. അങ്ങനെ എഴുതാൻ നിന്റെ ചുമരി തൊന്തക്ക് പറഞ്ഞോളാ പന്നി. നിന്റെ റബ്ബേ, നിർത്തിയെടാ, നിർത്തടാ. അയ്യോണ്ടുള്ള കളി വേണ്ട. ഓടാ കുമാര, നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് ഒരു പനമ്പായിൽ പൊതിയാൻ പോലും ബാക്കി വെക്കാതെ ഒരുത്തനെ ഞങ്ങൾ തീർത്തിരിക്കും. കേട്ടോടാ? ഓടാ. ഇത്രയും നടന്ന സ്ഥിതിക്ക് മക്കളെ സൂക്ഷിക്കണം. എന്തിനാ കുമാരേട്ടാ ഇതിനൊക്കെ പോകുന്നത്? എന്ത് ചെയ്യാനാ, സാഹചര്യം അത്ര തന്നെ. ഒന്നും നിസ്സാരായിട്ട് തള്ളരുത്. വീട്ടിലിരിക്കുന്നവരുടെ കൂടി മാനസികാവസ്ഥ ചേട്ടൻ മനസ്സിലാക്കാത്തത് എന്താ? കുമാര, ഇത് ഞാനാടാ. ഒന്ന് പുറത്തേക്ക് വന്നേടാ. കുമാരേട്ടാ എങ്ങോട്ട് പോകുന്നു? കുമാര, ഒരു ചെറിയ പ്രശ്നം. ഇവിടെ നിന്ന് മാറി നിൽക്കണം. പാർട്ടിയുടെ നിർദ്ദേശമുണ്ട്. അമ്മേ, ചെറിയൊരു പ്രശ്നമുണ്ട്. നേരം പുലരുന്നത് വരെ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം. മക്കളെ സൂക്ഷിക്കണടാ, രാവിലെ തന്നെ വരണടാ.
കുമാരന്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ നാളൊരു സ്മാരകമുയരും. അതോടെ കുമാരൻ വീണ്ടും പുനർജനിക്കും. കുമാരന് മരണമില്ല, അവൻ ജീവിക്കും. ഞങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിലൂടെ. ബാക്കിയാക്കിയ കാലടിപ്പാടുകൾ മറന്നു പോകാതെ ഞാൻ ഓർത്തുകൊള്ളാം. കുങ്കുമസ്വപ്നങ്ങൾ മാഞ്ഞു പോകാതെ ഞാൻ കാത്തുകൊള്ളാം. നീ തിരികെ മടങ്ങിയ സമാന്തര പാതയിൽ ബാക്കിയാക്കിയ കാലടിപ്പാടുകൾ മറന്നു പോകാതെ ഞാൻ ഓർത്തുകൊള്ളാം. കുങ്കുമസ്വപ്നങ്ങൾ മാഞ്ഞു പോകാതെ ഞാൻ കാത്തുകൊള്ളാം.